പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാനിതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങൾ ഒരുവനായി നടന്നു. അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാബായ് നവറോജിയും ലാലാ ലജ്പത് റോയിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965-ലും 82-ലും നടന്നത് തന്നെയല്ലേ ഈ 1987-ലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു, അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ. പേര് മറക്കരുത്. പാലാക്കാരൻ തോമ. പാലാക്കാരൻ തോമ. ശരി. ചിരിക്കുന്നു, നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ. പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാണാം. ലക്ഷ്മി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജോലി പോകും. പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ചേടത്തി. അയ്യോ, കൊച്ചമ്പ്രാനോ? തോമാചായനെന്തി? ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. അപ്പണ്ട ചേട്ടത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം ചേട്ടത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് വയ്ക്കുന്നവന്മാരറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർക്കും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ. അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യാക്കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട്.
ചുകിടുകിട്. മോ വന്നേ. അയ്യോ തമ്പ്രാൻ. ആ. എന്താ ഇവന്റെ പേര്? ടിറ്റോ. ആ ടിറ്റമോൻ അങ്കിളൊരു ഉമ്മന്നേ. ആ. എന്റെ അമ്മാവാ, അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം സത്യം സത്യ. പട്ട പോരെങ്കിലോ? ഓ എന്തോ പട്ട പോരെങ്കിലോ? എന്താടാ പറഞ്ഞത്? പട്ട പോരെന്നു. പട്ട പോരെങ്കിൽ 10 സ്ഥലം കൂടെ എഴുതി തരാം. പോട്ടെ, സാരമില്ല. വാ. ഒന്നും പറ്റിയില്ലല്ലോ. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സ് ഒന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ: എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന്, നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ടേ ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയസൂര്യൻ. മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ. ആ, ക്ലാപ്പൻ. ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഡോ, ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. ഓ, വേറെ ഒരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല. ഹലോ.